വിശാല പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രവർത്തക സമിതിയുടെ ചർച്ചയ്ക്ക് ശേഷം സമ്മേളനത്തിന് കൊടിയുയരുകയാണ്. ഈ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട? ഇന്നലെ പ്രവർത്തക സമിതി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? താഴെ തട്ടിലേക്കടക്കമുള്ള ഒരു ശാക്തീകരണത്തിൻ്റെ വിപുലീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേക പ്രമേയമായി വരുന്നു എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് സിബി. വിനീഷ, എന്തായാലും വിശാലമായ പ്രവർത്തക സമിതി യോഗം ഇന്നലെ സമാപിച്ചു. ഇന്നിപ്പോൾ AICCയുടെ സമ്മേളനമാണ്. ഗുജറാത്ത് അഹമ്മദാബാദിലെ സബർമതി തീരത്താണ് പ്രത്യേകം തയ്യാറാക്കിയ വെന്യൂവിലാണ് ഈ AICC സമ്മേളനം നടക്കുക. 1700ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ പ്രവർത്തക സമിതിയിൽ തയ്യാറാക്കിയ അല്ലെങ്കിൽ അംഗീകരിച്ച 2 പ്രമേയങ്ങൾ, ഒന്ന് ദേശീയ തലത്തിലും മറ്റൊന്ന് ഗുജറാത്തിന് വേണ്ടിയുള്ള മറ്റ് 2 പ്രമേയങ്ങൾ. ഈ പ്രമേയങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുകയും പിന്നീട് അത് പാസ്സാക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ വിശാലമായൊരു പുനഃസംഘടനയിലേക്ക് മാറും. 2025 ഒരു പുനഃസംഘടന വർഷമാണെന്ന് KC വേണുഗോപാൽ ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും DCC അധ്യക്ഷന്മാർക്ക് അടക്കമല്ല നിലയും ഒരു മാറ്റമുണ്ടാകും, സംശയമില്ല. DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3.5 വർഷം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിലക്ക് കൃത്യമായി ഇപ്പോൾ AICC നൽകുന്നുണ്ട്. അതായത് പുതിയ ഈ മുകുൾ വാസ്നിക് തയ്യാറാക്കിയ റിപ്പോർട്ട് അംഗീകരിക്കുമ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം പറയുമ്പോൾ DCC അധ്യക്ഷന്മാർ 3.5 വർഷത്തേക്ക് പിന്നീട് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കണം. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അടിമുടി ഒരു അഴിച്ചുപണി എന്ന് പറയുമ്പോൾ നിലവിലുള്ള പല DCC അധ്യക്ഷന്മാരും കേരളത്തിലടക്കം 3.5 വർഷം കഴിഞ്ഞവരാണ്. ഒരുപക്ഷെ അവരിൽ നല്ല പെർഫോമൻസ് ഉള്ള ആളുകൾ മാത്രം നിലനിർത്തുകയും ബാക്കിയുള്ളവരെ മാറ്റിക്കൊണ്ട് പുതിയൊരു അഴിച്ചുപണിയിലേക്കുള്ള സാധ്യതയുണ്ട്. അതിൽ പുനഃസംഘടന എന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PCC അധ്യക്ഷനെ KPCC അധ്യക്ഷനടക്കം മാറ്റുന്ന കാര്യത്തിലേക്ക് എല്ലാം തന്നെയും തീരുമാനവുമായി ഇനി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുധാരണമായിട്ടെല്ലാം തന്നെയും ഇനി ചർച്ചകളുടെയും മറ്റും പരിഹാരം കണ്ടുകൊണ്ട് ഒരു KPCC അധ്യക്ഷനെ മാറ്റുകയും പകരം എല്ലാവർക്കും സ്വീകാരനായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് കോൺഗ്രസ് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു വരുന്ന ആഴ്ച കൂടി തന്നെ ഈ പ്രവർത്തക സമിതി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ച കൂടി തന്നെ ഈ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുന്നോട്ട് പോകും. അത് കേരളത്തിൽ എത്രത്തോളം വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം സുധാകരനെ മാറ്റാനുള്ള നീക്കം VD സതീശൻ പക്ഷേ ആരംഭിക്കുന്നു. കൂടാതെ KPCC അധ്യക്ഷൻ ആരാണോ ആ KPCC അധ്യക്ഷൻ അവർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ മുൻപുള്ള അനുഭവങ്ങളെല്ലാം നിലയിൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങൾ ഇനി കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിലെ 10ഓളം DCC അധ്യക്ഷന്മാർക്കെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൂടാതെ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് കൂടുതൽ SC ST OBC അടക്കമുള്ള വിഭാഗക്കാരെല്ലാം നിലയും ഉയർത്തിക്കൊണ്ടുവരുമെന്നെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയും അത്തരത്തിലുള്ള നടപടിയുമായിട്ടെല്ലാം നിലയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു വിശാലമായ പുനഃസംഘടനാ വർഷമാണ് 2025 എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനിയിപ്പോൾ കേരളത്തിലും ബീഹാറിലും ഗുജറാത്തിലുമാണ് ഏറ്റവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന് ഇനിയിപ്പോൾ ഒരു പുതിയ വെല്ലുവിളി എന്ന് പറയുന്നത്. DCC അധ്യക്ഷന്മാരെ ശാക്തീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ DCC അധ്യക്ഷ പദവിയിലേക്ക് ഇനി എത്താൻ അല്ലെങ്കിൽ ആ പദവി അലങ്കരിക്കാൻ വേണ്ടി വളരെ വലിയ തിരക്കൊന്നും ഇനി കാണിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇനിയിപ്പോൾ DCC അധ്യക്ഷനായാൽ വരുന്ന ഒരു 3 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തരത്തിലൊരു അടിമുടി മാറ്റം ആണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്രത്തോളം ഫലം കാണും, എത്രത്തോളം അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു അഴിച്ചുപണി കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് കേരളത്തിലടക്കം ആ ഒരു അഴിച്ചുപണി ഉണ്ടാകും. സ്വാഭാവികമായും അത് കേരളത്തിൽ വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയും കേരളത്തിലെ കോൺഗ്രസിൽ കാണുന്നുണ്ട്. വിനീഷ.
അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ഒരു നിർണായക ഘട്ടത്തിൽ നേരത്തെ നമുക്കറിയാം BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ അവരോധിക്കുന്നു. കോൺഗ്രസ് മിക്കപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇടതുപക്ഷമല്ല ഞങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് BJP-യോടാണ് അവർ വലിയ യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പോലും അതിതീവ്ര ഹിന്ദു സമീപനം സ്വീകരിക്കുന്ന BJP സർക്കാരിനോട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ എന്ന വലിയ വിമർശനം അപ്പോഴും നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷ പദവി ഒരു മാറ്റം വരുമ്പോൾ, കാരണം മുഖ്യമന്ത്രി കസേരയിലേക്ക് മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു നിൽക്കുന്നവരാണ് കോൺഗ്രസിലെ ഇപ്പോൾ നിലവിലുള്ള നേതൃത്വത്തിലെ എല്ലാ നേതാക്കളും. അതുകൊണ്ട് തന്നെ പ്രവർത്തകരായി വളരെ കുറവാണ്. പാർട്ടിയുടെ സ്വാധീനം കുറയുന്നു എന്ന വിലയിരുത്തലാണല്ലോ ഇപ്പോൾ വിശാലമായ ഒരു കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം, അതിന് സംഘടന വിപുലീകരിക്കണം, താഴെത്തട്ടിൽ അത് അടക്കം പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കണം എന്നടക്കമുള്ള DCC അധ്യക്ഷന്മാരെ ശാക്തീകരിക്കാനുള്ള പ്രമേയങ്ങളടക്കം കൊണ്ടുവരുന്നത് ഈ പാർട്ടിയുടെ സ്വാധീനം പല ഘട്ടങ്ങളിലായി പല സംസ്ഥാനങ്ങളിൽ കുറയുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കേരളത്തിലായാലും ഗുജറാത്തിലായാലും ബീഹാറിലായാലും കോൺഗ്രസിൻ്റെ സ്വാധീനം വളരെ ഗണ്യമായി കുറയുന്നു. പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ ഒരു യോജിപ്പുമില്ല. പ്രധാനമായും നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നേതാക്കൾക്കിടയിലും യാതൊരുവിധ യോജിപ്പുമില്ല. ഒരു വാർത്താ സമ്മേളനം പോലും ഒരുമിച്ചിരുന്ന് നടത്താൻ പറ്റാത്ത പാകത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറിക്കഴിഞ്ഞു. ഇത്തരം വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് അതിജീവിക്കുക? AICCക്ക് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും വല്ല തരത്തിലുള്ള ധാരണയുമുണ്ടോ? കാരണം AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ തന്നെ പല ഘട്ടങ്ങളിൽ പല നിലപാട് പറയുന്ന ആളാണ്. KC വേണുഗോപാലിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ, കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു. തീർച്ചയായും വിനീഷ്, അതിന് KC വേണുഗോപാലിനെ നമുക്കറിയാം. ഹരിയാനയിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഹരിയാനയിൽ ചില വനിതാ സ്ഥാനാർത്ഥികൾക്കൊക്കെ KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയെന്നല്ല നിലയും വലിയ ആരോപണം ഉയർന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു കാര്യത്തിലും ഈ സ്ഥാനാർത്ഥി നിർണ്ണയ കാര്യത്തിലും ഇപ്പോൾ പ്രവർത്തക സമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് ഇനി DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഈ PCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും കൂടാതെ വിരലിലെണ്ണാവുന്ന 1-2 പേർ മാത്രം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കമായിരുന്നു. പ്രത്യേകിച്ച് DCC അധ്യക്ഷന്മാർക്കൊന്നും യാതൊരുവിധ അഭിപ്രായവും അവരെ ഒന്നും കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ഈ DCC അധ്യക്ഷന്മാരെ കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും അതാത് ഇടങ്ങളിലെ അതാത് ജില്ലകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുകൂടി കോൺഗ്രസ് പ്രവർത്തക സമിതി പറയുന്നുണ്ട്. സ്വാഭാവികമായും KC വേണുഗോപാലിനെതിരെ ഉയർന്ന ആരോപണം ഉൾപ്പെടെ എല്ലാ നിലയും ഒരു വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി പോയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയും? കോൺഗ്രസിന് ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഇത് ശക്തമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒരു പുനഃസംഘടന, വിശാലമായ പുനഃസംഘടന എന്ന് പറയുമ്പോഴും ഇത് എത്രത്തോളമൊക്കെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഈ അഹമ്മദാബാദിൽ പോലും ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ജന്മസ്ഥലമായ ഗുജറാത്തിൽ പോലും കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താണ്. കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി ഇവിടെ ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഗുജറാത്തിലെ ഉന്നത നേതാക്കൾ പോലും BJP-യുമായി സന്ധി കൂടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണിൽ നിന്ന് തന്നെ ഇതിൻ്റെ ശാക്തീകരണം തുടങ്ങണമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പാരമ്പര്യം പോലും ഇപ്പോൾ BJP അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടി ആ പാരമ്പര്യം ഒന്നുകൂടി വിളിച്ചോതിനും ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ അഹമ്മദാബാദിൽ വെച്ച് 64 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ചേരുന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി ഗുജറാത്തിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനു മുമ്പ് കേരളത്തിലും ബീഹാറിലുമുണ്ട്. പക്ഷേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിലവിലുള്ള DCC അധ്യക്ഷന്മാർ, അതായത് ഇനി വരുന്ന പുനഃസംഘടനയിൽ ചുമതലയേൽക്കുന്ന DCC അധ്യക്ഷന്മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു ഘട്ടത്തിൽ DCC അധ്യക്ഷ പദവിയിലേക്ക് ആളുകൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു താല്പര്യം കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ഇവർക്ക് കൂടുതൽ അധികാരം നൽകുന്നു എന്ന് പറയുമ്പോഴും ഈ താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ദുർബലമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുകയും ആ താഴെത്തട്ടിൽ നിന്നും പാർട്ടിയെ വളർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. വിനീഷ. സിബി ജോസഫാണ് അഹമ്മദാബാദിൽ നിന്ന് വളരെ സമഗ്രമായ AICC സമ്മേളനത്തിൻ്റെ ഇന്നലെ ചേർന്ന വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൻ്റെയൊക്കെ സമഗ്രമായ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്.